ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത്. എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയത് പെൺകുട്ടികളുണ്ടോ? എന്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ്. ചെറിയൊരു സാമ്പിൾ മെഡിക്കൽ തന്നിട്ട് പോകാൻ പോകുന്നത് പതുക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത്. എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയത് പെൺകുട്ടികളുണ്ടോ? ഞാൻ വിദ്യാഭ്യാസം കഴിക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ വിചാരിച്ചത്. ഞാൻ കണ്ടുപോയി പറഞ്ഞതാണ് ഞാൻ വിചാരിച്ചത്. എന്റെ നാളെ സോറി. പിന്നെ എന്റെ ആൾ മാത്രമേ ഉള്ളൂന്നെങ്കിൽ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ മഹാരാജന്റെ ഇതിനൊക്കെ എല്ലാവരുടെ ആത്മഹത്യകളും നേരിടുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സുരഭി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനപ്പുറം ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള നാളെ ഞങ്ങളെ റൈഫിൾ ക്ലബ്ബ് സിനിമ റിലീസ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം, അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. അടിപൊളിയാണ്. ഒരു ക്യാമ്പസിൽ എത്തി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും. അത് എത്ര വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ്. ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ. എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താണെന്ന് അറിയാനാണ്, യൂത്തിന്റെ പൾസ് എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് മഹാരാജാസ് എന്നും. അതിൽ നിങ്ങൾ അടിപൊളിയാണ്. ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാസാണ്. സോ സ്പെഷ്യൽ. അങ്ങനെ നമ്മള് എന്നും നമ്മളുടെ ഒരു വർഷത്തില് മഹാരാജാസില് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ. റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവുമുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ നിറയെ ആക്ടേഴ്സ് ഉള്ള വളരെ ജാം പാക്ഡ് ആയിട്ടുള്ള ഉഗ്രൻ എന്റർടൈനർ ആണ്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾ പൊളിച്ച പോലെ തന്നെ നിങ്ങൾ പൊളിക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്. മഹാരാജാസിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോ വന്നാലും ഐ ഫീൽ ലൈക്ക് ഒരിക്കൽ കൂടെ കോളേജിൽ പോകാൻ പറ്റിയാൽ ഐ വുഡ് കം ടു മഹാരാജാസ്. കുറേ കഥകൾ കേട്ടു. ഞാൻ ഇനി ബാബുരാമൻ പറയാനുണ്ടല്ലോ, രണ്ടുപേരും കേട്ടിട്ടുള്ളൂ. മഹാരാജന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഈ കോളേജിൽ ഉണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേശ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹമൊക്കെയാണ് എന്റെയും ദിലീഷ് പോത്തന്റെയും ഒക്കെ അധ്യാപകർ. അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് ആ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ
നേരത്തെ പരിചയമുള്ളതാണ് MG യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻഡിലെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ്. അദ്ദേഹം അതുപോലെ തന്നെ ദിനേശ് കോട്ടൻ, ഉണ്ണിമായ, ദർശന, റംസാൻ, നിങ്ങൾ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ, ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീതേട്ടൻ, നവനി, വിഷ്ണു തുടങ്ങി, പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അതെ, ഹനുമാൻ കൈൻഡിനെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഹനുമാൻ കൈൻഡിന് പേരിട്ട് നീ ഹനുമാൻ ഭക്തൻ ആയതുകൊണ്ടാണോ എന്ന്. അപ്പൊ പറഞ്ഞു അതല്ല, പക്ഷെ ഭക്തനാണ് ഞാൻ. അപ്പൊ ഇവൻ ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണ് നമ്മളെ അവിടെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും. അതായത് മെല്ലെ ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവൻ പറഞ്ഞു, ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാണ്. അപ്പൊ അത്ര വളരെ മനസ്സുള്ള ഹനുമാൻ കൈലാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവസാനം അവൻ ടീഷർട്ട് ഊരിയ സമയത്ത് വേല മുഴുവൻ പച്ച, അങ്ങനെ ഒരു പച്ച മനുഷ്യൻ കൂടിയാണ്. അപ്പൊ നേരത്തെ സുരക്ഷേച്ചി പറഞ്ഞാണെങ്കിൽ നമ്മള് ഒരു കൊണ്ടോട്ടിന്റെ ചെക്കനാണ്, കൊണ്ടോട്ടി ചെക്കനാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിലിമൊക്കെ ചെയ്യുന്നത്. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഐ ആം ഡൂയിങ്. എൻ്റെ പേര് സൂരജാണ്, ഹനുമാൻ കൈൻഡ്. And thank you for having us. Please go see the movie tomorrow. See how we do, because behind me there's a bunch of amazing people that are so good at what they do. Now you're going to see it on stage. Hopefully it's good. If it's not, you let me know. Alright? And behind me I have my brother Parima Shai singing Bati. Make some noise. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുന്നത് അറിയില്ല. അപ്പുറത്തെ സൈഡ് നിന്നത്തെ എനിക്ക് പരിചയമുള്ളൂ, അതേതാണ് ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നത്. സോ എല്ലാവരും പടം കാണണം. കുറെ പേരുടെ ഹാർഡ് വർക്കാണ്, കുറെ പ്രതീക്ഷകളുള്ള പടമാണ്. പാരമാരും പറയുന്നത് പറഞ്ഞ പോലെ ആഷിഖാബുവിന്റെ അടുത്ത ഹിറ്റാണ് റൈഫിൾ ക്ലബ്ബ്. എല്ലാവരും പോയി കാണണം. 4 സാധനം വരുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് പോണതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ കിന്നർ ഓഫ് ദ ലൂസ് ഒരു ട്രാക്ക് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു സാമ്പിൾ വെടിക്കെടുത്ത് തന്നിട്ട് പോകാൻ പോകുന്നത്. Thank you.